എല്ലാവർക്കും മീനസ് ടേസ്റ്റി കിച്ചൺ ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് സദ്യക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ പച്ചടി റെസിപ്പിയുമാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്പിൾ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആപ്പിൾ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അടുത്തിട്ട് ഞാനൊരു 3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാനാണ്. പിന്നെ നമുക്ക് വേണ്ട നല്ല ജീരകം വേണം. പിന്നെ അതുപോലെ തന്നെ കടുക്. ആപ്പിൾ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ആപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഒരു പാനിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആപ്പിൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ 1.25 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് നമുക്ക് കീറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, ആവശ്യത്തിന് വേണ്ടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ആപ്പിള് വേകാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇതിലേക്ക് അരപ്പിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. അടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഈ സെയിം ക്വാണ്ടിറ്റി തന്നെ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ നല്ല ജീരകം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫൈൻ പേസ്റ്റ് രൂപത്തിലാക്കിയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അതിനാവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും അരപ്പടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ആപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പച്ചമുളകൊക്കെ കീറിയിട്ടുകൊണ്ട് ആ എരിവും ഒക്കെ ആപ്പിളിലേക്കൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈൻ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. പുളിയുടെ അനുസരിച്ച് തൈരിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്കൊന്ന് താളിച്ച് കൊടുക്കാം. ഞാൻ പച്ചടി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോ ലാസ്റ്റ് കാണിക്കാനുണ്ട്, ഒരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലേക്കാണ് ഡയറക്റ്റ് കടുക് താളിച്ചൊഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്. നമ്മൾ സദ്യയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ആപ്പിൾ പച്ചടി എന്ന് പറയുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.